നടൻ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടാൻ വഴിയൊരുങ്ങുന്നു. വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസിന്റെ നടപടി ചോദ്യം ചെയ്ത് ദുൽഖർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. വാഹനം വിട്ടുകൊടുക്കണമെന്ന് പരിഗണിക്കാനും ഒരാഴ്ചയ്ക്കകം തീരുമാനം എടുക്കാൻ കസ്റ്റംസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ദുൽഖറിന് ആശ്വാസമായി. എന്നാൽ ഡിഫൻഡർ വിട്ടുകിട്ടുമെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. കാരണം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട ദുൽഖർ പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. ഒരുപക്ഷെ വാഹനത്തിന്റെ വില കെട്ടിവെക്കേണ്ടി വരും. എന്നിട്ടും വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് തയ്യാറില്ലെങ്കിൽ കാര്യകാരണം സഹിതമുള്ള മറുപടി നൽകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വാഹനം പിടിച്ചെടുത്തതിൽ ഹൈക്കോടതിയെ സമീപിച്ച നടന്റെ നീക്കത്തിലെ പാളിച്ച കസ്റ്റംസ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ദുൽഖർ സമീപിക്കേണ്ടത് ഹൈക്കോടതിയിലല്ല, കസ്റ്റംസിന്റെ അപ്പലേറ്റ് അതോറിറ്റിയാണ് എന്നാണ് കസ്റ്റംസിന്റെ വാദം. എന്നാൽ ദുൽഖറിന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വാഹനത്തിന്റെ രേഖകൾ ലഭിച്ചാൽ പോരെ, വാഹനം കസ്റ്റഡിയിൽ വേണം എന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കസ്റ്റംസിന്റെ ദുൽഖറിന്റെ വാഹനം വിട്ടുകൊടുക്കാനും പിടിച്ചുവെക്കാനും സാധിക്കും. എന്നാൽ വിട്ടുകൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ കാരണം വ്യക്തമാക്കേണ്ടി വരും. മാത്രമല്ല, വിട്ടു തന്നില്ലെങ്കിൽ ദുൽഖറിന് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാൻ സാധിക്കും. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ വാഹനം കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ കിടന്നാൽ നശിക്കുമെന്ന കാര്യമാണ് ദുൽഖർ ചൂണ്ടിക്കാട്ടിയത്. ദുൽഖറിന്റെ വാഹനം വിദേശത്ത് നിന്ന് കടത്തിയതാണ്. കള്ളക്കടത്താണോ വാഹനമാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ വാഹനം വിട്ടുകൊടുക്കാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കസ്റ്റംസ് കോടതിയിൽ വാദിച്ചത്. നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച ദുൽഖറിന്റെ ഹർജി നിലനിൽക്കില്ലെന്നും കസ്റ്റംസ് വാദിച്ചു. എന്നാൽ വിട്ടുകൊടുക്കണമെന്ന് പരിഗണിക്കണമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു. താൻ നിയമപരമായി വാഹനം വാങ്ങിയത്, ബാങ്ക് ഇടപാട് വഴിയാണ് എല്ലാം പൂർത്തിയാക്കിയത്. കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ കിടന്നാൽ വാഹനം നശിക്കും, അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് ദുൽഖർ നിലപാട് സ്വീകരിച്ചു. ഫലത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം ദുൽഖറിന് നേരിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കസ്റ്റംസിന്റെ തീരുമാനം തന്നെയാണ് ഇപ്പോഴും നിർണായകം. ഡിഫൻഡർ ഉൾപ്പെടെ ദുൽഖറിന്റെ 3 വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഹസ്യാന്വേഷണ സംഘത്തിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയതും വാഹനങ്ങൾ പിടിച്ചെടുത്തത് എന്നും കസ്റ്റംസ് പറയുന്നു. ദുൽഖറിന്റെ മറ്റു വാഹനങ്ങളുടെ ഇടപാടുകൾ കസ്റ്റംസ് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം സുതാര്യമായ ഇടപാടെന്നാണ് ദുൽഖർ കോടതിയെ ബോധിപ്പിച്ചത്.